പോലീസിന് സാധിച്ചിട്ടില്ല. അത് അല്ല, നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. നമ്മളാരും നിയമത്തിന് അതീതരല്ല. എല്ലാവർക്കും നിയമം ബാധകമാണ്. അതുകൊണ്ട് നിയമം ആ വഴിക്ക് നീങ്ങട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും അന്വേഷണം നടക്കുകയാണ്, കോടതിയുടെ ഇടപെടലുകളുണ്ട്, അതിൽ കാര്യങ്ങൾ പോകട്ടെ. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ 4 വർഷക്കാലം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച സർക്കാരിനെതിരായി ഇന്ന് കോടതി രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർത്തുന്നത്. 4 വർഷം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിനെ പറ്റി മുഖ്യമന്ത്രി ഇതുവരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അദ്ദേഹം അത് പ്രതികരിക്കാൻ ബാധ്യസ്ഥനല്ലേ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി പൂഴ്ത്തി പറയുന്ന അദ്ദേഹം എന്തുകൊണ്ട് 4 വർഷക്കാലം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു? അപ്പോൾ ജെൻഡർ ഈക്വാളിറ്റിയെ പറ്റി പൊതുവെ അഭിപ്രായമുള്ളൊരു കാലഘട്ടത്തിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും അല്ലാത്ത സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന അതിക്രമങ്ങളെ നിയന്ത്രിക്കാനുള്ള നടപടി സ്വീകരിക്കാതെ ഇത് ഒളിച്ചു വെക്കുകയാണ് ഈ ഗവൺമെൻറ് ചെയ്തത്. ഗവൺമെൻറ്റാണ് ഇക്കാര്യത്തിൽ ഏറ്റവും വലിയ കുറ്റവാളി. 4 വർഷം എന്തിനു പൂഴ്ത്തിവെച്ചു എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ്. മറ്റു കാര്യങ്ങൾ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. പോലീസ് സെർച്ച് നടത്തുന്നുണ്ട്, അന്വേഷണമുണ്ട്, അതിൻ്റെ വഴിക്ക് പോകട്ടെ. ഇത്രയും പ്രമാദമായ കേസിൽ സിദ്ദീഖിനെ പോലെ ഒരാളെ കണ്ടുപിടിക്കാനാവില്ല എന്നത് ഒളിപ്പിച്ച് വെച്ചാണോ സിദ്ദീഖിനെ? അല്ല, അതെല്ലാം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പോലീസ് അന്വേഷിക്കുകയാണ്. നമുക്ക് അവർ കണ്ടെത്താൻ പോലീസ് ബാധ്യസ്ഥരാണ്. ആ നിയമ നടപടികളുമായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഇത്തരം കേസുകളിൽ അങ്ങനെ ആർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന ഒന്നല്ല. ധാർമ്മികതയുണ്ടെങ്കിൽ രാജിവെക്കുകയാണ് വേണ്ടത്. ഇപ്പം പിന്നെ CPM-ന് ധാർമ്മികത എന്ന് പറയുന്ന ഒന്നില്ലാത്തത് കൊണ്ട് ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ധാർമ്മികമായ അറസ്റ്റ് വരെ കഴിഞ്ഞ സാഹചര്യത്തിൽ ധാർമ്മികമായി അത് ചെയ്യേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, അതാണ് അതാണ് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അവർ നേരത്തെ ഉന്നയിച്ചിട്ടുള്ള പല വിഷയങ്ങളുണ്ട്. അത് അവർ മറന്നു പോകരുത്. നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ADGP-ക്കെതിരെ DGP റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വീഴ്ചകൾ ഓരോന്നും അക്കമിട്ട് നിരത്തി റിപ്പോർട്ട് നൽകി എന്ന് പറയുന്നു ADGP. പക്ഷേ എല്ലാം അങ്ങനെ ആ രീതിയിലല്ല റിപ്പോർട്ട് നൽകി. സാധാരണഗതിയിൽ പോലീസിൽ ഇത്തരം റിപ്പോർട്ട് കിട്ടിയാൽ റിപ്പോർട്ട് സ്വീകാര്യമല്ലെങ്കിൽ DGP ആ റിപ്പോർട്ട് മടക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണ് അതിൻ്റെ കീഴ്വഴക്കം. എന്നാൽ DGP റിപ്പോർട്ട് മടക്കിയിട്ടില്ല. അത് അദ്ദേഹം ഒരു ഫർദർ എൻക്വയറിക്ക് വേണ്ടി കൊടുക്കുകയാണ്. ഫർദർ എൻക്വയറിക്ക് ഉത്തരവിടാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കേ കഴിയുള്ളൂ. അപ്പോൾ ഈ കേസ് വളരെ പ്രമാദമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു ഫർദർ എൻക്വയറിക്ക് ഉത്തരവിടേണ്ടത് മുഖ്യമന്ത്രിയാണ്. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ കേസ് അന്വേഷിച്ചത് ആ പ്രതി തന്നെയാണ്. യഥാർത്ഥ പ്രതി തന്നെ കേസ് അന്വേഷണത്തിന് പോയാൽ എന്താണ് ഉണ്ടാകുന്നത്? ക്ലീൻ ചിറ്റ് എല്ലാവർക്കും നൽകിയല്ലേ ഉണ്ടായത്? ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അത് BJP-യെ വിജയിപ്പിക്കാനുള്ള ഗൂഢാലോചനയായിരുന്നു. അതിനുള്ള കളമൊരുക്കുകയായിരുന്നു ഇവരെല്ലാവരും ചേർന്ന് ചെയ്തത്. അത് മുഖ്യമന്ത്രിയുടെ അറിവോടെ തന്നെ ചെയ്തിട്ടുള്ള കാര്യമാണ്. കാരണം ആ പൂരം കലക്കിയതോടുകൂടി കരുവന്നൂർ കേസ് ഇല്ലാതായി. വളരെ പ്രധാനപ്പെട്ട CPM നേതാക്കന്മാർ ഉൾപ്പെടുന്ന കരുവന്നൂർ സഹകരണ ബാങ്കിൻ്റെ കേസ് ഇല്ലാതായത് പൂരം കലക്കിയതോടുകൂടിയാണ്. അതോടുകൂടി ആ കേസില്ലാതായി, അന്വേഷണവും നടക്കുന്നില്ല. അപ്പോൾ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് പൂരം കലക്കൽ ഉണ്ടായത് എന്നത് വളരെ വ്യക്തമാണ്. അതിന് മുമ്പാണ് ADGP RSS മേധാവിയെ കാണുന്നത്, BJP നേതാക്കളെ കാണുന്നത്. അപ്പോൾ BJP-യുമായി ചേർന്നുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥ പ്രതി തന്നെ റിപ്പോർട്ട് കൊടുത്തപ്പോൾ അത് സ്വീകാര്യമല്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഏതായാലും ശരി, ഈ കാര്യത്തിൽ ഗവൺമെൻറ് നടത്തുന്ന കള്ളക്കളി അവസാനിപ്പിക്കണം. മുഖ്യമന്ത്രി ഈ കള്ളക്കളി അവസാനിപ്പിക്കണം. കേരളത്തിലെ ഒരു ഭരണകക്ഷി MLA ഉന്നയിച്ച ഗൗരവതരമായ ആരോപണങ്ങൾ ഒന്നുപോലും പരിശോധിക്കാൻ മുഖ്യമന്ത്രി തയ്യാറല്ല. ഇടതുമുന്നണിയിലെ എല്ലാ കക്ഷികളും ആവശ്യപ്പെട്ടിട്ടും ADGP-യെ മാറ്റാതിരിക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ്? ഒരാളുടെ പേരിൽ ആരോപണം ഉണ്ടായാൽ ആരോപണ വിധേയനായ വ്യക്തിയെ മാറ്റി നിർത്തി അന്വേഷിച്ച് കുറ്റക്കാരനല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരാമല്ലോ. അതല്ലേ ചെയ്യേണ്ടത്. അതിനു പകരം റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ADGP-യെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്
എൻ്റെ അർത്ഥം മുഖ്യമന്ത്രിയുടെ ഈ രാഷ്ട്രീയ നാടകത്തിൻ്റെ പിന്നിൽ ഇവരെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. റിപ്പോർട്ടിൽ ദേവസ്വങ്ങൾക്കാണല്ലോ പഴി. ഏതായാലും പാറമേക്കാവ് ഭഗവതിക്ക് ഏതായാലും കുറ്റമുണ്ടെന്ന് പറയാതിരുന്നത് വലിയ കാര്യമായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രതി തന്നെയാണ് അന്വേഷിക്കുന്നത്, പിന്നെ എന്ത് തെളിയാനാണ്? അല്ല, DGP ഇങ്ങനെ റിപ്പോർട്ട് നൽകിയാൽ പോലും അതിൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ADGP മുഖ്യമന്ത്രി ഇങ്ങനെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം. അതാണ് ഫർദർ എൻക്വയറി കൊണ്ട് ഗുണമുണ്ടാകുമെന്നുള്ള വിശ്വാസം ആളുകൾക്ക് ഇന്നില്ല. സർക്കാരിൽ ആളുകൾക്ക് വിശ്വാസമില്ല. കാരണം മുഖ്യമന്ത്രി ഈ പ്രതികളെ മുഴുവൻ സംരക്ഷിക്കുകയാണ്. ശശിയെ സംരക്ഷിക്കുന്നു, പൊളിറ്റിക്കൽ സെക്രട്ടറിയെ സംരക്ഷിക്കുന്നു, ADGP ലോ ആൻഡ് ഓർഡറെ സംരക്ഷിക്കുന്നു. പിന്നീട് എന്ത് എൻക്വയറിയാണ് ഉണ്ടാകുന്നത്? ADGPയെ സംരക്ഷിക്കുന്നു എന്നുള്ളത് പുറത്ത് വന്ന ശേഷം പിന്നെ എന്ത് റിപ്പോർട്ടാണ് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ എഴുതി കൊടുക്കുന്നത്? സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയില്ലേ? ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ADGPക്ക് ക്ലീൻ ചിറ്റ് നൽകിയാൽ താഴെയുള്ള ഏത് ഉദ്യോഗസ്ഥനാണ് ADGPക്കെതിരായി റിപ്പോർട്ട് കൊടുക്കാൻ പോകുന്നത്? അപ്പോൾ ഇതെല്ലാം ഒരു പ്രഹസനമാണ്. മുഖ്യമന്ത്രിക്ക് ADGPയുടെ പേരിൽ നടപടിയെടുക്കാനുള്ള കഴിവില്ല എന്നുള്ളതാണ് വ്യക്തം. ഈ സംരക്ഷണം എന്തുകൊണ്ടാണ് പിന്നെ ADGPക്കും ശശിക്കും കിട്ടാത്തൊരു സംരക്ഷണം എന്താണ് EP ജയരാജന് കൊടുക്കാത്തത്? മുഖ്യമന്ത്രിയുടെ വളരെ അതാണ് നമ്മുടെ ചോദ്യം. EP ജയരാജൻ BJPയുടെ പ്രഭാരിയായ ജാവ്ദേക്കറെ കണ്ടു എന്നുള്ളതിൻ്റെ പേരിലാണല്ലോ അദ്ദേഹത്തെ പുറത്താക്കിയത്. എന്തുകൊണ്ട് ശശിക്കും ADGP ലോ ആൻഡ് ഓർഡറും കൊടുക്കുന്ന സംരക്ഷണം എന്തുകൊണ്ട് EP ജയരാജന് കൊടുക്കുന്നില്ല? ഈ ചോദ്യം ന്യായമാണ്. കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ആജ്ഞാനുവർത്തികളായി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ രണ്ടു പേർക്കും പൂർണ്ണമായ സംരക്ഷണം ഉറപ്പുവരുത്തുന്നത്. ഈ ഒരു കാര്യം കൂടെ, ട്രെയിനുകളിലൊക്കെ ഭയങ്കര തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വേണാട് എക്സ്പ്രസിൽ യാത്രക്കാരെ കൊഴിഞ്ഞു വീഴുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഈ കേരളിനെതിരെ സമരം നടത്തി അത് അട്ടിമറിക്കപ്പെട്ടതിൽ ഇപ്പോൾ കുറ്റബോധമുണ്ട്? ഒരു കുറ്റബോധവുമില്ല. അത് ചെയ്യേണ്ട മെമു സർവീസ് കൂടുതൽ ആരംഭിച്ചാൽ മതി. ഇപ്പോഴത്തെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഏക മാർഗം കൂടുതൽ മെമു ട്രെയിനുകൾ ആരംഭിക്കുക എന്നുള്ളതാണ്. അത് സദേൺ റെയിൽവേ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഇമ്മീഡിയറ്റ് ആയിട്ട് പരിഹരിക്കപ്പെടും. ഇപ്പോൾ ഈ റോഡ് വർക്ക് നടക്കുന്നതുകൊണ്ടാണ് പ്രധാനമായും. പിന്നെ ഓണം പോലെയുള്ള സീസണുകളാണ്. ഈ സീസണുകളിൽ സാധാരണ തിരക്കുണ്ടാകുന്നതാണ്. ആ സന്ദർഭത്തിൽ കൂടുതൽ ബോഗികൾ ഏർപ്പെടുത്തുകയോ മെമു സർവീസുകൾ ആരംഭിക്കുകയോ ചെയ്താൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. കേരളയിൽ ഒരു കാരണവശാലും ആവശ്യമില്ല. അത് ജനങ്ങൾ തള്ളിക്കളഞ്ഞു. പല കാര്യങ്ങളിൽ CPM ഇതുപോലുള്ള നിലപാടല്ലോ സ്വീകരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അത് ധാർമ്മികതയാണ്. CPMനും മുകേഷിൻ്റെയും ധാർമ്മികത. അത് ധാർമ്മികത ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. അത് അവർ തീരുമാനിക്കട്ടെ എന്ന് എനിക്ക് പറയാം. അല്ല, അന്ന് പല MLA-മാരുടെ പേരിൽ ഉണ്ടായത് തെറ്റാണ് എന്ന് പിന്നീട് രണ്ടാമതൊരു അയാൾക്കെതിരെ മാത്രം ഒരു